അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. That starts with his auto spa business in UK. എന്റേതായിട്ടുള്ള ബ്രാൻഡായിട്ടൊരു കമ്പനിയായിട്ട് ഞാൻ കൊച്ചിയിൽ കൊണ്ടിട്ട് ഇതിന്റെ പേര് ഓട്ടോസ്പാ എന്നാ. അതൊരു കാർ ഡീറ്റെയിലിംഗ്. എന്തൊക്കെയാണോ ഈ പറയണത്? പണം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാ. ഈ ഒരു ഒറ്റ ജോലി കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ആളാ ആ പോയത്. ഞാൻ അൻവിൻ. ഞാൻ ഇവിടെ വന്നതേ ഞങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് പ്ലാൻ സംസാരിക്കാനാ. ജോമോൻ എന്ത് ചെയ്യുന്നു? ബിസിനസ്. എന്ത് ബിസിനസ്? ഇതിനു മുമ്പ് ഒരു വീഡിയോക്കകത്ത് തന്നെ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. മറ്റേ റിട്ടയർഡ് ലൈഫ് ആണെന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര മറ്റേ റീലൊക്കെ ആയിട്ട് വെട്ടിട്ടേക്കുന്ന സാധനമാണ്. കൊഞ്ചം അങ്കേ പാര് കണ്ണ. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത്? ഞാൻ പോവാ. ഇപ്പൊ പോയ സ്റ്റാൻഡിന് ബസ് കിട്ടും. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. And the trading platforms that he's going to launch in India. So അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ചെയ്ത ഒരു ബിസിനസ് ഫെയിൽ ആയിട്ടില്ല. ഇതുവരെ ഫെയിൽ ആയിട്ടില്ല, ഇതും ഫെയിൽ ആവില്ല. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ. അൻവിൻ ബ്രോഡ് ആ ഒരു ജേണി അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ സക്സസ്ഫുൾ ആയിട്ട് കാണുന്നതിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്കൊക്കെ വരെ എത്ര വർഷമൊക്കെ എടുത്തു? ഇത് ഞാനൊരു അങ്ങനെ ചോദിച്ചാ ഇത് മാത്രമല്ലെന്ന് എനിക്കറിയാം. കുറെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാലും ഒരു ആവറേജ് എത്ര ബിസിനസ് ഇപ്പൊ ഈ തലയിൽ കൂടെ ഓടുന്നുണ്ടായിരിക്കും? ഈ കൊച്ചു അവിടെ ഒരുപാട് സ്കാമും കാര്യങ്ങളും ഇതുപോലെ നടക്കുന്നുണ്ട്. കുറെ പേര് റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നടക്കും, നമ്മളെ മൈൻഡ് ചെയ്യണ്ട. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ട്. എത്ര ബിസിനസ് ചെയ്ത് പാളിയിട്ടില്ല. ചെയ്തൊക്കെ സക്സസ്. ചെയ്തെല്ലാം സക്സസ്. സാർ എല്ലാം തകർന്നു. ബ്രോ കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂ കണ്ടോണ്ട് വിരലിൽ എണ്ണാൻ പറ്റാത്ത, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട്. വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. അല്ല, എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.